ഹായ്, നമസ്കാരം. എ കിച്ചൺ ലവർ എന്ന ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എയർ ഫ്രയർ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിന് മുന്നായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും എയർ ഫ്രയർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കത് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിൻ്റെ ചെറിയ ഇൻട്രൊഡക്ഷൻ പറയാമെന്ന് വിചാരിക്കുകയാണ്. എയർ ഫ്രയറിൽ ജനറലി ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുക, ടൈം സെറ്റ് ചെയ്യുക, ഈ രണ്ട് ഓപ്ഷൻസാണ് ഉള്ളത്. അത് ഫിലിപ്സിൻ്റെയാണ് എൻ്റെ കയ്യിലുള്ളത്. അതിൽ നമുക്ക് 200 വരെയാണ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. അതുപോലെ 30 മിനിറ്റ് ആണ് ആ നോബ് തിരിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ ഇതിൻ്റെ ബാസ്ക്കറ്റിൽ എന്തെങ്കിലും പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് കഴുകാനായിട്ട് അതിൽ വെള്ളം ഒഴിച്ച് നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് ഇല്ലേ ഏതെങ്കിലും ഒഴിച്ച് വെച്ച് ഒരു അരമണിക്കൂറിന് ശേഷം സ്പോഞ്ച് കൊണ്ട് അത് കഴുകി എടുക്കാവുന്നതാണ്. എയർ ഫ്രയർ നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. ഇന്ന് പീനട്ട് റോസ്റ്റാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് പീനട്ട് എയർ ഫ്രയർ ബാസ്ക്കറ്റിലേക്ക് ഞാൻ ഇട്ടു. ജനറലി ഇതിൽ നമുക്ക് ഒരു 1 kg പീനട്ട് വരെ നമുക്കത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് പീനട്ടേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയോ എണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്താണ് നിങ്ങൾക്ക് താല്പര്യം എന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി, അതും ഞങ്ങളുടെ സ്പൈസിനനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഉപ്പ്, ഇത്രയും മൂന്നാണ് അതിലേക്ക് ഇടുന്നത്. അതിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എയർ ഫ്രയറിൽ 160 ആണ് സെറ്റ് ചെയ്യുന്നത്. 6 മിനിറ്റ്സ് ആണ്. 6 മിനിറ്റ് 160ൽ സെറ്റ് ചെയ്തിട്ടാണ് വെക്കുന്നത്. നന്നായിട്ട് കൈകൊണ്ട് അതെല്ലാം കൂടെ മിക്സ് ആക്കണം. അതിനുശേഷം ഇതിൽ ഞാനിപ്പോൾ വേപ്പില ഇടുന്നില്ല. ഇത് വെച്ചതിന് ശേഷം ഒരു 3 മിനിറ്റ് ആവുമ്പം അതൊന്ന് പുറത്തേക്ക് എടുത്തിട്ട്, കാരണം 6 മിനിറ്റ്സ് വേപ്പില വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വേപ്പിലൊക്കെ ഡ്രൈ ആയിപ്പോവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് 3 മിനിറ്റിന് ശേഷം അത് പുറത്തേക്ക് എടുത്ത് 2 വേപ്പില ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മുരിങ്ങയിലയും കൂടെ ചേർക്കുന്നുണ്ട്. എൻ്റെ മക്കൾക്ക് ഇതിൽ ഫ്രൈ ചെയ്ത് എടുക്കുന്ന വേപ്പില കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്നാൽ അതിൽ കുറച്ച് മുരിങ്ങയില ഇട്ട് കഴിഞ്ഞാൽ ആ മുരിങ്ങയിലയും കൂടെ അവർ കഴിക്കുമല്ലോ എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് മുരിങ്ങയിലയും കൂടി അതിൽ പൊട്ടിച്ചിടും. അപ്പോൾ അത് ഫ്രൈ ആകുമ്പോൾ അവർ കഴിച്ചോളും. അല്ലാതെ മുരിങ്ങയില ഉപ്പേരി ഇന്ന് വയ്ക്കുമ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ അവർ അത് കഴിക്കുന്നുണ്ട്. എപ്പോഴും നമുക്ക് കുട്ടികളെ എങ്ങനെയൊക്കെ വെജിറ്റബിൾസ് അല്ലെങ്കിൽ ലീഫി വെജിറ്റബിൾസ് കഴിപ്പിക്കാം എന്നുള്ളതാണല്ലോ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ മുരിങ്ങയിലയും കൂടി ആഡ് ചെയ്യുക. ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിൽ ഉപ്പ് കുറവോ അല്ലെങ്കിൽ മുളക് കുറവോ തോന്നുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ അടുത്ത 3 മിനിറ്റ്സും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പീനട്ട് റോസ്റ്റ് റെഡിയായി. ഇപ്പം സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് എന്താ കൊടുക്കേണ്ടതെന്ന് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ. ഈസിയാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുതേ.